ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തെ വെക്കേഷനൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങൾ നേരെ പോകുന്നത് ഹസ്ബൻഡിൻ്റെ നാട്ടിലേക്കാണ്. ഹസ്ബൻഡ് കൊല്ലംകാരനാണ്. കൊല്ലത്ത് കടിക്കലിലാണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ ഏകദേശം സമയം രാത്രി 10:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആവും അവിടെ എത്തുമ്പോൾ. രാത്രി ആകുമ്പോൾ ട്രാഫിക്കൊക്കെ നല്ലോണം കുറവായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രാത്രി തന്നെ തിരിക്കുന്നത്. നാളെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൽ സ്റ്റാറും ലൈറ്റും ഒക്കെ വെച്ച് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പം ഞാൻ മോന് വേണ്ടി 2 പില്ലോവും ഒരു പില്ലോ കാറിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്, ഒരു പില്ലോവും കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. കാറ് കയറി അപ്പം തന്നെ അവൻ കിടന്നുറങ്ങും. ഞങ്ങൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ സിറ്റി വിട്ടു കേരളത്തിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. പള്ളിയിലൊക്കെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. വീടുകളും റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ചേർച്ചസും എല്ലാം വെൽ ഡെക്കറേറ്റഡ് ആയിരുന്നു. നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് സ്റ്റാറൊക്കെ കത്തിച്ച് വഴിയിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ചായക്കടകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് അവിടെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോൾ ഞങ്ങൾ തലപ്പാടിയിലാണുള്ളത്. തലപ്പാടി കേരള കർണാടക ബോർഡറാണ്. ഈ ടോൾ ഗേറ്റിന് അപ്പുറത്തേക്കാണ് കേരളം. അപ്പം ഞങ്ങളിതാ തലപ്പാടി കടന്നു. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചപ്പാത്തി, ചിക്കൻ കറി, അതുപോലെ തന്നെ റൈസും സാലഡും ഒക്കെ ആയിരുന്നു ഡിന്നറിന് കഴിച്ചത്. ഞങ്ങളൊന്ന് ഫ്യൂവൽ സ്റ്റേഷനിലും കൂടെ കയറി. ഞങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ കാറിൽ ട്രാവൽ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. മോനുണ്ടാവുന്നതിന് മുമ്പേയും അതിനുശേഷവും പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ കാറിൽ തന്നെയാണ് ട്രാവൽ ചെയ്യാറ്. പുള്ളിക്കാരൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ഉറങ്ങാതെ സംസാരിച്ചുകൊണ്ട് ഒരു കമ്പനി കൊടുത്ത് സൈഡിലിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞാലും ഹസ്ബൻഡ് തന്നെയാണ് ഡ്രൈവ് ചെയ്യാറ്. അങ്ങനെ ഒരു ചായക്കടയിൽ നിർത്തി ചായയൊക്കെ കുടിച്ചു. ഞാൻ ഒരു 2-3 ബോട്ടിൽ വെള്ളം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ദൂരെ പോയതിന് ശേഷം മോനൊരു 2 തവണ വോമിറ്റ് ചെയ്തു. അവന് ട്രാവലിംഗ് സിക്നസ് ഒന്നും ഇല്ല. എന്തോ ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി കാറിൽ കയറിയതാണ്. പുറത്തൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പം ഞാനും മോനും കൂടെ ബെഡ്ഷീറ്റ് ഷെയർ ചെയ്തു. എത്ര മണിക്ക് എത്തും കടക്കിൽ? സമയം 350 kilometers. 400 kilometers. So 80 kilometers പോയാൽ 5 hours. Okay. 5 more hours to കടക്കിൽ. അങ്ങനെ രണ്ടാമത്തെ ചായക്കടയിൽ നിർത്തി. അവിടെ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ചില്ല, കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു. ഒരു പഴംപൊരി, അതുപോലെ തന്നെ ബോണ്ട, പിന്നെ ചിക്കൻ സമോസ ഉണ്ടായിരുന്നു, അതും കൂടെ വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ തൃശ്ശൂർ ചാവക്കാട് എത്തി. പളയൂർ ചേർച്ചിൻ്റെ മുന്നിലെ കൂടെയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്തു. ഇത് വേറെ ഒരു ഫേമസ് പള്ളിയായിരുന്നു. ഞാൻ പേര് ഓർക്കുന്നില്ല. ഓൾമോസ്റ്റ് രാവിലെ 4 മണിയൊക്കെ ആയി അവിടെ എത്തുമ്പോൾ. ഇത് രാവിലത്തെ മാസിന് വേണ്ടി എല്ലാവരും അവിടെ ഗ്യാദർ ചെയ്യുന്ന സമയമായിരുന്നു. ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ ചാലക്കുടിയിലെത്തി. ഞാൻ അവിടുന്ന് ഒരു ചായ കുടിച്ചായിരുന്നു. എനിക്ക് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു ചായ കുടിച്ചത്. അങ്ങനെ ഇത് സൺറൈസ് ആയി തുടങ്ങി. രാവിലെ ആവുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അങ്ങനെ മൂവാറ്റുപുഴ എത്താറായി. ഇനി നമുക്ക് 3 hours 42 minutes കൂടെ ട്രാവൽ ചെയ്യണം. ഒന്നും കൂടി ഫ്യൂവൽ അടിച്ചു. ഒരു പണി എടുക്കുന്നില്ല ഗൈസ്, എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഈ പ്ലേസ് എവിടെയാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ബട്ട് റോഡിലൊക്കെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടാകുമ്പം കുറേ പ്രൊസഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു. കാവടിയൊക്കെ എടുത്തിട്ട് പോകുന്നതായിരുന്നു കണ്ടത്. കുറച്ച് നല്ല സീനറി ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി പുറത്തോട്ട് ഇറങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നല്ല ബ്യൂട്ടിഫുള്ളും അതുപോലെ തന്നെ പ്ലീസിങ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. നമ്മളൊരു 10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്.
അങ്ങനെ ഇതാ ഞങ്ങൾ ഫൈനലി പുനലൂർ എത്തി. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഫേമസ് ആയിട്ടുള്ള പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇനി പുനലൂർ ടു കടയ്ക്കൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 25 കിലോമീറ്റേഴ്സും കൂടെ പോകണം. അപ്പോൾ കടയ്ക്കൽ എത്തുന്നതിന് മുമ്പേ അഞ്ചൽ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അവിടുത്തെ ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഹസ്ബൻഡ് പഠിച്ചത്. ഞാനിത് ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ മോനെ കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ സ്കൂളൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിച്ചു. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് കടയ്ക്കലാണ്. എനിക്കൊരു മോയ്സ്ചറൈസിങ് ലോഷൻ വാങ്ങണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഫൈനലി നമ്മൾ കടയ്ക്കലിലെത്തി. ഇതാണ് കടയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെയാണ് അച്ഛനും അമ്മയും ഒക്കെ പഠിച്ചത്. ഇപ്പോൾ സമയം 11 മണിയാവാറായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അച്ഛനും അമ്മയും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ അക്കുട്ടനെ കണ്ട സന്തോഷത്തിലാണ് കരയുന്നത്. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ദോശയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. അവർക്ക് രണ്ടുപേർക്കും വീഡിയോ എടുക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ വീട്ടിലത്തെ ഡ്രസ്സിൽ തന്നെയായിരുന്നു ഉള്ളത്. അച്ഛന് പിന്നെ ഷർട്ട് ഇല്ലാതെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നവരെ ടാറ്റാ.